ഇന്ന് ഞാനൊരു വെണ്ടയ്ക്ക തോരനാണ് വെക്കാൻ പോകുന്നത്. വെണ്ടയ്ക്ക നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി ചെറിയ പീസുകളാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടതായ അരമുറി തേങ്ങ, ഒരു 2 ചെറിയ സവാള കൊത്തി അരിഞ്ഞത്, പിന്നെ അതിൻ്റെ കൂടെയും കാന്താരിയാണ് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഒരു 3-4-5 ചെറിയ കാന്താരി അരിഞ്ഞിട്ടുണ്ട്, കറിവേപ്പില, പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഒലിവ് ഓയിൽ. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി നമുക്ക് ഓയിൽ ഒഴിക്കാം. ഒരു ടീസ്പൂൺ കടുകിടാം. സവാളയും പച്ചമുളകും അരിഞ്ഞ് വെച്ചിരിക്കുന്നിടാം. ഇതിൻ്റെ കറിവേപ്പില ഇടാം. കുറച്ച് കളറിന് വേണ്ടി ഞാൻ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്തു. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ചേർത്തു. ഇത് നന്നായിട്ട് വഴന്ന് വരണം കേട്ടോ. നന്നായിട്ട് വഴന്ന് വന്നതിൻ്റെ ശേഷം നമ്മൾ വെണ്ടയ്ക്ക ഇടാവുള്ളൂ. ഇപ്പോൾ ഒരു പകുതി വഴന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. സവാള നന്നായിട്ട് വഴന്നു കഴിഞ്ഞാൽ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയിട്ട് നന്നായിട്ട് തേങ്ങയിൽ നിന്ന് വെള്ളം തോർന്ന് വന്നിട്ട് നമ്മൾ വെണ്ടയ്ക്ക ഇടാവുള്ളൂ കേട്ടോ. ഞാനെടുത്ത് തേങ്ങ ഇച്ചിരി മൂപ്പ് കുറവായിരുന്നേ, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് തേങ്ങ നന്നായിട്ട് വെള്ളം തോർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇനി ഇളക്കി കൊടുക്കാം. നമ്മുടെ വെണ്ടയ്ക്ക തോരൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമുക്കൊരു ബൗളിലോട്ട് കോരി മാറ്റാം. നമ്മുടെ വെണ്ടയ്ക്ക തോരൻ ഇവിടെ റെഡിയായി.
ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.